ഒരു 10 മിനിറ്റിലത്തേക്ക് വന്നതാണ്. ഒരു 10 മിനിറ്റ് ഒരു ചെറിയ ഞൊണ്ടി കൊട്ടേഷനും കൊണ്ടുവന്നതാ. ഒന്ന് ഓർത്തു വയ്ക്കണം, നമ്മളിവിടെ കുറെ നന്മ മരത്തിനെതിരെ ഞാനിവിടെ ആർട്ടിക്കിൾ ചെയ്തു വരുന്നുണ്ട് കേട്ടോ. നന്മ മരത്തിനെതിരെ ഞാൻ എഴുതുന്നുണ്ട്, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ. ഇപ്പൊ ഈ 30 ദിവസം എന്നെ പിടിച്ചൊന്ന് ഇരുത്തി, എന്നിട്ട് ഇവര് പുതിയ ഐഡിയ കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ ആരെ കുറിച്ചൊക്കെ പറയണമെന്ന് ഉദ്ദേശിച്ച് വന്നതോ ആ എഴുത്തുകളെല്ലാം നിർത്തി വെക്കുകയും പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് വെച്ചപ്പോ ദേ പെണ്ണ് വീണ്ടും ഇറങ്ങിയിരിക്കുന്നു. കണ്ടില്ലേ നിങ്ങള്? ആരെ കുറിച്ചാണെന്നാണോ ഡൗട്ട്? നമ്മളെ മിടുക്കി സോണിയ മൽഹാർ. ഞാൻ ആദ്യം ഇവിടെ വന്ന് ആദ്യ ലൈവിൽ വന്ന് പറഞ്ഞത് ഈ സോണിയ മൽഹാറിന്റെ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്താണെന്ന് വെരിഫിക്കേഷന് പോണം, അത് വെരിഫൈ ചെയ്യണമെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്നിട്ട് അതെല്ലാം അവള് വിചാരിച്ചത് എന്നറിയാം മറന്നുപോയെന്ന്. അതെങ്ങനെ മറക്കാനാണ്? അതെങ്ങനെയാണ് മറക്കുന്നത്? എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇവള് ചെയ്തിരിക്കുന്ന വേല കണ്ടോ? സോണിയ മൽഹാറിന്റെ ടൈം ലൈൻ വരെ അത് പോയി നോക്കുക. അതായത് വേറൊന്നുമല്ല, ഒരു 10 മിനിറ്റ് എടുക്കേ ഉള്ളൂ കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് ഞാൻ എന്റെ പറഞ്ഞു തീർത്തോളാം. ഞാൻ നേരത്തെ ലൈവ് വന്നിട്ട് പോയതാണ്. ഇനി അതിനിടയ്ക്ക് വീണ്ടും വന്നു എവളെന്ന് വിചാരിക്കണ്ട. ഞാൻ ഒരു 30 ഡേയ്സ് ആയിട്ട് ഒരു പിശാചി വേറൊരു വ്യാജ നന്മമര ജേർണലിസ്റ്റിന്റെ പിന്നിലായപ്പോഴത്തേക്ക് ഇവിടെ മേഡം ഉള്ള സ്ഥലത്തുകൊണ്ട് ഉള്ളത് കൊണ്ട് അങ്ങ് ഒപ്പിച്ചിറങ്ങിയിരിക്കുന്നു. എടി നിനക്ക് നാണമില്ലടി? എത്ര നാളുകൊണ്ട് നിന്റെ അടുത്ത് പറയണം വല്ലയിടത്തും പോയി ജോലി എടുത്ത് ജീവിക്കാനായിട്ട്? ഈ നന്മമരവും ഈ ചാരിറ്റിയും കൊണ്ട് നീ നടക്കരുതെന്ന് നിന്റെ അടുത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടൂന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളത്. വീണ്ടും 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 അതിലേക്ക് ഇറങ്ങണം. ആരും തെറ്റിദ്ധരിക്കേണ്ടത് ഫിജോ ജോസഫിനെതിരെയുള്ള ബഹളമൊന്നുമല്ല. ഇത് സോണിയ മൽഹാറിന്റെ ടൈം ലൈനിൽ ഒരു സുനാപ്പി എഴുതിയിട്ടിട്ടുണ്ട്, ഒന്ന് പോയി നോക്കുക, അപ്പം മനസ്സിലാകും. അവൾ എഴുതിയിട്ടിരിക്കുന്ന അവള് സത്യത്തിൽ എല്ലാവരെയും പറ്റിച്ചിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അതിന്റെ ഏറ്റവും വലിയ എവിഡൻസ് ആദ്യം ഞാനാണ് കൊണ്ടുവന്ന് പിന്നെ സോഷ്യൽ മീഡിയയിൽ തന്നത്. ഈ സ്ത്രീ ഇവിടെ വരുന്നത് ഷംസു എന്ന് പറയുന്ന അയാളുടെ സപ്പോർട്ടോട് കൂടി ദുബായിൽ വരികയും വ്യഭിചാരമാണ് അവളുടെ മെയിൻ ടൊമോട്ടോ. അതാണ് ഇവിടെ ചെയ്യുന്നത്. പലരുമായിട്ടുള്ള അഫെയറും പലരുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെയും വോയിസ് റെക്കോർഡും ക്ലിയർ റെക്കോർഡും ഫോട്ടോ റെക്കോർഡും ഒക്കെ എന്റെ കയ്യിലുണ്ട്. ഇത് ഞാൻ കയ്യിൽ വെച്ചിട്ട് ഞാൻ അവൾക്കെതിരെ എഴുത്ത് തുടങ്ങി. എന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ടാർഗറ്റഡ് ആണെന്ന്. അവളുടെ കൂട്ടുകൃഷിക്കാരൻ ഷംസു ആണല്ലോ ഇതിന്റെ എല്ലാം ബേസിക് തുടങ്ങിയത് തന്നെ. ഈ കളികളെല്ലാം കളിച്ചത് അവനാണല്ലോ. അപ്പം എന്നെ ഒന്ന് അടക്കി ഇരുത്തി കഴിഞ്ഞിട്ട് മേഡം വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് നീ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയെ ഉപയോഗിക്കരുതായിരുന്നടി, ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയെ ഉപയോഗിക്കരുതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അദ്ദേഹം ഇത് ചെയ്തു എന്നുള്ളത്. അദ്ദേഹത്തിന് അല്ലെങ്കിൽ തന്നെ അയാൾക്ക് പിരിവെടുക്കണമെങ്കിൽ അയാളുടെ ടൈം ലൈനിൽ ഇട്ടാ പോരെ, അല്ലെങ്കിൽ അയാൾക്ക് പേജ് ഉണ്ടല്ലോ അതിനകത്ത് ഇട്ടാ പോരെ. ഇവളെ എന്തിനാ കൂട്ടുപിടിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവക്ക് ഇതിങ്ങൾക്കൊക്കെ ഇനി ബുദ്ധി വരാത്ത എന്താണെന്തോ. തൊഴിലുറപ്പിന് പോകാനല്ലേ ഞാൻ പറയുന്നത്. നാട്ടിൽ എന്തെല്ലാം പണികളുണ്ട്, എന്തെല്ലാം ജോലി ചെയ്യാം. നിനക്കൊക്കെ പിരിച്ചേ നീയൊക്കെ ജീവിക്കോളാം. ഇത് ഫിറോസ് കുന്നംപറമ്പിൽ പിന്നെ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നില്ല. നിനക്ക് എന്താണ് പെണ്ണെ? ഇവള് എന്തോ ഡോക്ടർ ഗുണാണ്ടറാണെന്ന് പറഞ്ഞ് വ്യക്തമായി പറഞ്ഞ പിക്ചർ ക്ലിയർ ആക്കി പറഞ്ഞതാ. ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തത് ഈ മൊബൈലിലാണ് ഞാനത് കണ്ടത്. കണ്ടപ്പോ തന്നെ ഞാൻ എന്താ വിട്ട് വെച്ചോടാ. അവൾ എഴുതി വെച്ചിരിക്കുന്നത് വായിക്കാതെ പോകല്ലേ. തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയായ സുധ വലതുകാൽ ഒടിവായി തിരുവനന്തപുരം 4 മാസം SP ഫോർട്ടിൽ ചികിത്സയിലാണ്. SP ഫോർട്ടിലൊക്കെ ചികിത്സയിൽ കിടക്കാൻ പറ്റിയ ആളാണ് കേട്ടോ. അവിടത്തേക്ക് ആ ഒരു റേഞ്ച് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. അത്രയും എക്സ്പെൻസീവ് ആണ് ആ ഹോസ്പിറ്റല്. അവിടെ കിടന്ന ഒരു പെണ്ണിന് വേണ്ടിയിട്ട് മാഡം ഒരു സുനായിട്ടിരിക്കുക പോസ്റ്റ്. ഒടിവായി തിരുവനന്തപുരം 4 മാസം SP ഫോർട്ട് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. അവരെ സഹായിക്കാൻ 3 പെൺമക്കൾ അല്ലാതെ വേറെ ആരുമില്ല. അവർ വിദ്യാർത്ഥികളാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓപ്പറേഷൻ കൂടിയേ തീരൂ. ഓപ്പറേഷൻ ഈ മാസം നടത്തിയേ പറ്റൂ. ആരും സഹായിക്കാനില്ലാത്തതിനാൽ ഓപ്പറേഷന്റെ തുക കണ്ടെത്താൻ കഴിയാതെ വിഷമിക്കുകയാണ് ഈ കുടുംബം. അതിനാൽ നിങ്ങളാൽ കഴിയുന്ന തുക നൽകി സുധയെ സഹായിക്കണേ എന്ന് അഭ്യർത്ഥിക്കുന്നു. അക്കൌണ്ട് ഡീറ്റെയിൽസ് താഴെ ചേർക്കുന്നു. ഇത് ആരെഴുതിയെന്നറിയാമോ? സോണിയ മൽഹാർ എഴുതി വെച്ചിരിക്കുകയാണ്. ഏതോ ഒരു സുധയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരു ഗവൺമെന്റ് അധികാരി കൊടുത്ത ഒരു ലെറ്ററിനെ മിസ്യൂസ് ചെയ്തിട്ട്, അതൊരു മിനിസ്റ്റർ കൊടുത്ത ലെറ്ററിനെ മിസ്യൂസ് ചെയ്ത് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് ഇവള് സോണിയ മൽഹാർ ഡോക്ടർ ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ടും സോണിയ മൽഹാർ ആ ലെറ്ററിന്റെ ഇതുണ്ടല്ലേ, കേരള ബ്ലൈൻഡ് അസോസിയേഷൻ കണ്ണിന്റെ ചികിത്സയ്ക്കാണ്. അപ്പം ബ്ലൈൻഡ് അസോസിയേഷനിലെ എന്തോ ഗുണാണ്ടറാണെന്ന് ഇവള് ആ മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കുമല്ലോ പുള്ളി അങ്ങനെ കൊടുത്തത്. സ്ഥാനമാനങ്ങളും സർട്ടിഫിക്കറ്റ്സും വിലക്കെടുക്കാൻ പറ്റുന്ന ഒരു 3rd റേറ്റ് വിമണാണ് ആ സ്ത്രീ. ഒരു 3rd റേറ്റ് വിമണാണ്. ഞാൻ ഇവിടെ ഐ വിറ്റ്നസ് ആണ്. അതായത് ഞാൻ ഐ വിറ്റ്നസ് ആണ് വിത്ത് എവിഡൻസ്. എല്ലാ വോയിസ് റെക്കോർഡുകൾ എന്റെ ഉണ്ട്. നിങ്ങൾക്കറിയാമോ, ഇവിടെ ഞാൻ ലസീത്ത് എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, പുള്ളി ഒരു RSS അനുഭാവിയാണ്. അപ്പോ പുള്ളിയുടെ ടൈം ലൈനിൽ ഇവളുടെ ഒരു ഡീറ്റെയിൽസ് ഞാൻ കണ്ടപ്പോ പുള്ളിയോട് ഞാൻ റെക്കോർഡ് ചെയ്യാൻ തന്നെയാണ് ഞാൻ സംസാരിച്ചതെന്നുള്ളത് വാസ്തവമാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യായിരുന്നു.
ഇപ്പൊ റെക്കോർഡ് ചെയ്യാൻ ഞാൻ സംസാരിക്കുമ്പോ പുള്ളി എന്നോട് ആദ്യം പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരാളെ അറിയുകയില്ല എന്ന് പറഞ്ഞു. സെക്കൻഡ് അയാൾ പറഞ്ഞു അതെ ഞാനൊന്ന് കഴിഞ്ഞവണയൊക്കെ വന്നപ്പോ ഞാനൊന്ന് യൂസ് ഒക്കെ ചെയ്തു അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടത്തിയതാണ്, ബട്ട് ഇപ്പോ എനിക്ക് താല്പര്യമില്ല. പിന്നെ അവര് സംഖ്യയാണ് എന്ന് അയാള് സമ്മതിക്കുന്ന വോയിസ് നോട്ട് ഉണ്ട് എന്റെ കയ്യില്. ഇവിടെ വന്നാൽ ഇവിടെയുള്ള കോർപ്പറേറ്റ് ലെവൽ സംഗതിയാണ് അവള്. അതിൽ കൂടുതൽ എന്താ വ്യക്തത ഞാൻ പറയാം, എനിക്ക് എന്റെ വായ കൊണ്ട് അത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളതെന്ന് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. ഈ ഷംസുവിന്റെ കൂടെ ഇവിടെ കുതിരയിൽ പോയി താമസിച്ചതും ഇവിടെ ഒരു മാസം അവനെ കൊണ്ട് ബർദുബായിൽ താമസിച്ചതിന്റെ തെളിവുകൾ റെക്കോർഡിൽ അവള് തന്നെ പറയുന്നുണ്ട്. ഷംസുവിനെ വിളിച്ച് കരയണതുണ്ട്. ഇടയ്ക്ക് ഒരു 2 lakhs rupees ഷംസുവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അവളുടെ അടുക്കള എങ്ങാണ്ട കുറവ് തീർക്കാനായിട്ട്. അതേസമയം ഓൺ ദ സ്പോട്ട് ആ സെയിം ഡേറ്റ് എനിക്ക് കിട്ടിയ ആ വോയിസ് ആ റെക്കോർഡ് കിട്ടിയ അതേ സെയിം ദിവസം തന്നെ ഇവളുടെ ടൈം ലൈനിൽ 2 ലക്ഷം രൂപ ആർക്കോ ചികിത്സാ സഹായം വേണമെന്ന് പറയുന്നുണ്ട്. ഒരു പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയിട്ട് തെളിവോടുകൂടി എവിഡൻസോടുകൂടി. ഇതെന്തായാലും അധികാരികളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു ടൈം ലൈനാണ് എന്റേത് ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ട്. ഇത്രത്തോളം തെളിവും കാര്യങ്ങളും വന്നിട്ട് വീണ്ടും എന്തോ ധൈര്യമാടി നിനക്ക് വീണ്ടും അതിടാൻ. നീ ഇനി വിചാരിക്കുന്നുണ്ടോ നിന്ന് നന്മന്നര കൊപ്പം കൊണ്ട് നീ ദുബായിൽ നിന്ന് ഉണ്ടാക്കുമെന്ന്? കൊള്ളാൻ കേട്ടാ. എന്തായാലും അതിന് ആ മനുഷ്യനെ ഉപയോഗിച്ചതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇനി അയാളുടെ അറിവോടുകൂടിയാണോ എന്തോ അയാള്. എനിക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ഈ സംഘടനയിലെ കൂടെ അയാൾ ചേരുമെന്ന് എനിക്ക് തോന്നില്ലേ. ഒരുപക്ഷെ ഇനി ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ അയാളെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ സംഘടന മനഃപൂർവ്വം അത് ചെയ്തതാണോ എന്ന് അറിയത്തില്ല. ഒരു അസോസിയേഷൻ മെമ്പർ എന്ന് പറഞ്ഞിട്ട് ആ അസോസിയേഷൻ, അതായത് ബ്ലൈൻഡ് അസോസിയേഷൻ, കേരള ബ്ലൈൻഡ് അസോസിയേഷന്റെ കൊണാണ്ടറാണെന്ന് അയാളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അതിലേക്ക് അയാൾ അയച്ചു കൊടുത്ത ലെറ്ററിനെ എടുത്ത് അവളുടെ ടൈം ലൈനിൽ കൊണ്ടിട്ടിട്ട് പിരിവ് കിടത്തുകയാണ് ഒരു സ്ത്രീക്ക് കാണും. അപ്പൊ ഈ ഗവൺമെന്റ് സംവിധാനങ്ങളൊക്കെ എന്താ, അയാൾ ഇരിക്കുന്ന പൊസിഷൻ എന്താ അയാൾ ഓർക്കാത്തെ? ആ പൊസിഷനെയല്ലേ വെല്ലുവിളിക്കുന്നേ? എന്തുവായി നടക്കുന്നേ? അപ്പൊ പിന്നെ ചാരിറ്റിക്കാരങ്ങ് ഭരിച്ചാ പോരെ? നമ്മളൊക്കെ മാറി നിൽക്കാന്നേ. ജനാധിപത്യം വേണ്ട, ചാരിറ്റി പത്യം മതി ഇനി ഇവിടെ. ഞങ്ങളൊക്കെ ഈ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ലേ? അത് മനസ്സിലാവാത്തണക്ക് അഭിനയിക്കുന്നതാണോ? വിത്ത് എവിഡൻസോടുകൂടിയല്ലേ ഓരോ കാര്യം അവതരിപ്പിക്കുന്നത്. മാക്ബുക്ക് വേണോ അത്ര ഏതോ ഒരു കുട്ടിക്ക് പഠിക്കാൻ? എന്റെ ഇളയ മകൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് വെറും 10,000-12,000 രൂപ വിലയുള്ള ഒരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ വെച്ച് ലാപ്ടോപ്പ് വെച്ചിട്ടാണ്. അത് സാധാരണ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അതിന്റെ ആവശ്യമേ ഉള്ളൂ. അപ്പൊ പറയണ ഹൈ ക്ലാസ് പഠിക്കാനാണ്. എന്തൊക്കെ കള്ളത്തരവാ. നാട്ടിൽ പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഇവക്ക് മാക്ബുക്ക് വാങ്ങിക്കാൻ പൈസ വേണം. അതിലേക്ക് ആരോ സംഭാവന ചെയ്തു തന്നെ 10,000 രൂപ തന്നു എന്നും പറഞ്ഞ് ആ പിക്ചറും കൊണ്ടുവന്നിട്ടിരിക്കുന്നു. ഇവള് ഇത് പിരിക്കുന്നത് വ്യക്തമായി ക്ലിയർ ആയി ഡേറ്റ് ബേസിൽ ഞാൻ വന്ന് പറയുന്നുണ്ട്, ലൈവിൽ വന്ന് പറയുന്നുണ്ട്. അതെന്താ ഫിജോ ജോസഫിന്റെ ഇതിനകത്ത് മണ്ണിന്റെ അടിയിൽ പോയാ? ഈ നന്മ മര ചെറ്റകളെല്ലാം തന്നെ സിമിലർ ഈക്വൽ ആണ്. ഇവർക്കെല്ലാം തന്നെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അവരുടെ വീട്ടിൽ അടുപ്പ് പുകയുക, അല്ലെങ്കിൽ അവരുടെ ആർഭാടത്തിന് ദൂർത്തിന് അതിനുവേണ്ടി പൈസ സംഘടിപ്പിക്കുന്നതാണ്. ഇതിൽ പ്രവാസികൾ ഉൾപ്പെടുന്നതാണ് എന്റെ ഏറ്റവും വലിയ ദേഷ്യവും വൈരാഗ്യവും. അതെന്താ ഞങ്ങളെന്താ പട്ടികളെ പോലെ ഓടിക്കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ നിനക്കൊക്കെ തിന്നാൻ തരണോടി? അത് പോരായിട്ട് നോക്ക്. പിന്നെ അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. ആകെ എത്ര പേര് അതിനകത്ത് പിന്നെ ലൈക്കും ഫോളോവറും ഒക്കെ ലൈക്കൊക്കെ ചെയ്തിട്ടുള്ളൂ. ഷെയർ ചെയ്തെന്ന് പറഞ്ഞാൽ 5 പേര് ഷെയർ ചെയ്തിട്ടുണ്ട്. ഒന്ന് വേറൊരാൾ ഷെയർ ചെയ്തു, ഒന്ന് 4 ഇവള് തന്നെ മാറി തിരിഞ്ഞ് ഷെയർ ചെയ്തിരിക്കുന്നത്. ആകെ 10 പേരെ ലൈക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അങ്ങനെ റീച്ച് ആയില്ലെങ്കിൽ പോലും അതൊരു ബാഡ് സംഗതിയല്ലേ? ഒരു മിനിസ്റ്ററിന്റെ അത് ഏത് മിനിസ്റ്റർ എന്നറിയാമോ? അതിനകത്ത് അയാൾ അതിന്റെ ഇത് എഴുതിയിട്ടുണ്ട്, അഡ്വക്കേറ്റ് GR അനിൽ. പുള്ളി കമ്മ്യൂണിസ്റ്റിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു മിനിസ്റ്റർ ആവുന്നതിന് മുമ്പേ. ഈ പ്രസ്ഥാനത്തിന്റെ ഇതിലിരുന്നതിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. ആ അസോസിയേഷനിലേക്ക് കൊടുത്ത ലെറ്ററിനെ എടുത്ത് വളച്ചൊടിച്ച് അയാളെന്താ പിരിക്കാൻ പറഞ്ഞ നിന്റെ അടുത്ത്? ആ ഇത് കൊണ്ടിട്ട് നടന്നിട്ട് പിരിക്കാൻ പറഞ്ഞാടി നിന്റെ അടുത്ത്? ഇടി നിനക്കൊക്കെ ജോലി ചെയ്ത് കയ്യും കാലും ആരോഗ്യവും ഇല്ലേ നിനക്കൊക്കെ? ഒന്നുകിൽ അവള് കിടന്നു കൊടുത്ത് കാശുണ്ടാക്കും, അല്ലെങ്കിൽ അവള് ഇതുപോലെ പിച്ചെടുത്ത് കാശുണ്ടാക്കും. ഇത്രയും ഒരു 3rd rate വുമൺ ഇത്രയും മനുഷ്യരെ പറ്റിച്ച് ചതിച്ച് വഞ്ചിച്ച് നാണാവുന്നില്ല നിനക്ക്? അയാളുടെ പൊസിഷൻ ആലോചിക്കണ്ടേ? അതോ ഇനിയിപ്പോ എന്നെ ഉമ്മൻചാണ്ടി സരിത യൂസ് ചെയ്ത കണക്കുള്ള വല്ല സംഗതിയാണോ നിനക്ക്? ഇതിന് ഉത്തരം പറയേണ്ടത് മിനിസ്റ്ററാണ്. അയാൾ അത് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. എന്ത് പോഷത്തരവാ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയാണ്. ഒരുത്തിക്ക് ചാരിറ്റി പിരിവിന് വേണ്ടിയിട്ട് മിനിസ്റ്റർ കൊടുത്ത ലെറ്റർ മിസ്യൂസ് ചെയ്യുന്നു. അത് കണ്ടാല് പെട്ടെന്നുള്ളൊരു വിചാരിക്കും അതെ മിനിസ്റ്ററിന്റെ ലെറ്റർ വരെ സോണിയ മൽഹാറിന് പോയിരിക്കുന്നു. അതിൽ വ്യക്തമായി അയാൾ എഴുതിയിട്ടുണ്ട് അത് കേരള ബ്ലൈൻഡ് അസോസിയേഷനിലേക്ക് അയച്ചതാണ്. അവിടെ നിന്ന് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുകയാണ്. അസോസിയേഷൻകാർ പിരിവെടുത്ത് അത് നടത്തുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഒരിക്കലും അയാൾ അത് പറയത്തില്ല. നമ്മൾക്ക് അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടല്ലോ, ഗവൺമെന്റ് അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ലേ. അതൊന്നും ഉപയോഗിക്കാൻ പറയാതെ ഒരു മിനിസ്റ്റർ ഡയറക്റ്റ് ആരാ സോണിയ മൽഹാർ? അവളുടെ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഫേക്ക് ആണ്. അതിന്റെ എല്ലാ ക്ലിയർ എവിഡൻസ് എന്റെ കയ്യിലുണ്ട്. എനിക്ക് ഡോക്ടറേറ്റ് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ മിടിക്കുകയാണത്. എനിക്ക് ഡോക്ടറേറ്റ് എന്താണെന്നറിയാമോ? അത് എത്ര വർഷത്തെ കഷ്ടപ്പാടാണെന്നറിയാമോ? എത്ര മാത്രം ഒരു ഐച്ഛിക വിഷയത്തിൽ ഇത്ര വർഷം മെനക്കെട്ട് അതിനകത്ത് റിസർച്ച് നടത്തി അത് സബ്മിഷൻ ചെയ്ത് അത് പാസ്സായി വരുമ്പോ കിട്ടുന്ന ഒരു സംഗതിയാണ് ഡോക്ടറേറ്റ്.
അത് ഇങ്ങനെ കാശ് കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ പിന്നെ ഈ പഠിക്കുന്നവരൊക്കെ എന്താ മന്ദബുദ്ധിയുള്ള എന്തായി ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമേ. ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കുക. ഇതിന്റെ ഇടയ്ക്ക് ഇനി ഫിജോയുമായിട്ട് കുറച്ച് എൻഗേജ്ഡ് ആയപ്പോ മേഡം അവിടെ അങ്ങ് തുടങ്ങി വെച്ചു. മനസ്സിലായില്ലേ? പോയി നോക്കുക. സോണിയ മൽഹാർ എഴുതി കൂട്ടി വെച്ചിരിക്കുകയാണ് മേഡം. ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കണം. എവിടുന്നോ ഇവക്ക് എത്രയോ പൈസയുടെ വലിയ അത്യാവശ്യത വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അദ്ദേഹം എഴുതിയിരിക്കുന്ന നോട്ട് പ്രകാരം നെടുമങ്ങാട് നിയോജകമണ്ഡലം, പുള്ളി അവിടുത്തെ നിയോജകമണ്ഡലത്തിലാണ് കേട്ടോ. ശ്രീമതി സുധാവി മേലെ വട്ടവിള തട്ടരികത്ത് വീട് പരവൂർ കൊണം കാരംകുളം ഒരു റോഡ് അപകടത്തിൽ തിരുവനന്തപുരത്ത് SP ഫോർട്ട് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന അവർക്ക് 3 പെൺമക്കളാണ്. മറ്റു വരുമാന മാർഗങ്ങളൊന്നും ഇല്ലാത്തതും ചികിത്സാ ചെലവ് നേരിടാൻ മാർഗമില്ലാതെ വിഷമിക്കുകയാണ്. അവർക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയണമെങ്കിൽ ഇനി ഒരു സർജറി കൂടി വേണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നു. കേരള ബ്ലൈൻഡ് അസോസിയേഷൻ മുഖാന്തരം അവർക്ക് സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള അപേക്ഷയാണ്. അതിനുവേണ്ട ഇടപെടലുകൾ ഉണ്ടാവാൻ അഭ്യർത്ഥിക്കുന്നു. ഒരു അസോസിയേഷൻ ആവുമ്പോൾ അതിനകത്ത് അംഗങ്ങൾ ഉണ്ടാകും, അതിനകത്ത് സ്പെസിഫൈഡ് ഒരു എമൗണ്ട് ഉണ്ടാകും. ആ എമൗണ്ടിൽ നിന്ന് എന്തെങ്കിലും കൊടുത്തവരെ സേവ് ചെയ്യാനോ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാനോ ആണ് പുള്ളി ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സാധനം എടുത്ത് അവിടെ കൊണ്ടുവന്ന് ഒട്ടിച്ചു വെച്ചിട്ട് അതൊരു സപ്പോർട്ടീവ് ഡോക്യുമെന്റ് ആക്കി വെക്കുകയും അത് വെച്ച് പണം പിരിവ് നടത്താന്ന് പറയുന്ന ഇവളെ എന്തുവാ പറയണത്? സോണിയ ഭൂലോക ഫ്രോഡാണ്. അസീന ലിസൺ, നീ അവളുടെ ടൈം ലൈൻ പോയി നോക്ക്. നമ്മൾ കുറച്ച് ഇങ്ങോട്ട് മാറിയപ്പോ അവിടെ തുടങ്ങി പട്ടുവിനെ കാട്ടി മിടിക്കുകയാണ് അവൾ. അറിയാമോ, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ ഇവിടെ കംപ്ലീറ്റ് ഡോക്യുമെന്റ് വെച്ചോണ്ടിരിക്കുകയാണ്. അവളുടെ വീഡിയോ ക്ലിപ്പ് പോലും വെച്ചിട്ടിരിക്കുകയാണ് ഞാന്. ഇവിടെ വരുന്നതൊക്കെ ഇതിന് വേണ്ടിയിട്ടാണ്. അവള് വരും 3 മാസത്തിൽ ഒരിക്കലും, 1 മാസത്തെ 3 മാസത്തെ വിസിറ്റ് എടുത്ത് അവൾ ഇവിടെ വരും. ഇവിടെ വന്ന് ശംസുവാണ് അവളുടെ സ്പോൺസർ. മനസ്സിലായില്ല? അവ ആൾക്കുത്രയെ കൊണ്ടുപോകണം, അവിടെ കൊണ്ടുപോകണം. നന്മമര ഗോസിപ്പ. ഇതിനിടയ്ക്ക് കാല് സുഖമില്ലാത്ത എന്നെ വെച്ച് കുറച്ച് കാശ് ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഇങ്ങോട്ട് ഒന്ന് തള്ളി. നമ്മളിവിടെ CID പണിയും കൊണ്ടിരിക്കുക. നമ്മളെടുത്തുനിന്ന് ചാടിയതുകൊണ്ട് ഈ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് ഇപ്പൊ അവള് ഒരു മിനിസ്റ്ററെയാണ് നാണം കെടുത്തുന്നത്. അപ്പൊ എന്താണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പോലും മറന്നിട്ടുള്ള ഒരു കളിയാണ്. ഇവള് സംഘടനയാണ്. ഇവള് സംഘടനയാണെന്നുള്ള വ്യക്തമായ വോയിസ് റെക്കോർഡ് എന്റെ കയ്യിലുണ്ട്. അത് ഒരു സംഘിക്ക് മറ്റൊരു സംഖ്യ മനസ്സിലാവുള്ളൂ. മനസ്സിലായി? വർഗബോധമാണ്. അയാളത് വ്യക്തമായിട്ട് പറയണം. അവര് സംഘ അനുഭാവമുള്ള ഒരു സ്ത്രീയാണ് എന്ന് അയാൾ പറയുന്നുണ്ട്. അയാളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത്യാവശ്യം അയാൾ പൂശിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അതിൽ കൂടുതൽ എന്ത് വ്യക്തത വേണ്ടേ? നന്മ മരങ്ങൾ ഇതാണോ? ഈ പൂശാൻ നടക്കുന്നവളുമാരെയൊക്കെയാണ് നന്മ മരം എന്ന് പറയുന്നത്. ഇങ്ങനെ കുറെ ബേസ ജന്മങ്ങളുണ്ട്. ഓർത്തോളുക. പറയുമ്പോ സോറി ടു സേ ദിസ്. എന്ത് വൃത്തികേട് അതിനകത്ത് കാണിച്ചു വെച്ചിരിക്കണേന്ന് നോക്കിയാണ്. അത് അന്തവിട്ടു. ഞാൻ ഒരു മിനിസ്റ്ററുടെ ലെറ്റർ കൊണ്ടുവച്ച് പിരിവെടുക്കുകയാണ്. അധികം ആരും നോക്കുന്നില്ല. 92,000 അയാളാണ് അത് മനസ്സിലാക്കേണ്ടത്. മിസ്റ്റർ മിനിസ്റ്റർ, പ്ലീസ് മനസ്സിലാക്കുക. നിങ്ങൾ സോണിയ മൽഹാറിന്റെ മിനിസ്റ്റർ അല്ല, കേരളത്തിലെ മൊത്തം ജനതകളുടെ മിനിസ്റ്ററാണ്. അത് മനസ്സിലാക്കിക്കൊള്ളുക. സോണിയ മൽഹാർ അല്ല നിങ്ങൾക്ക് വോട്ടിട്ടത്. അവളുടെ 92,000 ഫോളോവേഴ്സ് അല്ല നിങ്ങൾക്ക് വോട്ടിട്ടത്. ഞങ്ങളുടെ പ്രസ്ഥാനമാണത്. ഞങ്ങൾ കൂടെ ഉൾപ്പെടുന്ന പ്രസ്ഥാനമാണത്. അതിനൊരു ഡിഗ്നിറ്റി ഉണ്ട്. അതിനെ ഇങ്ങനെ റോഡിലേക്ക് വലിച്ചിറക്കരുത്. നിങ്ങൾ ഇത്തരം വേഷ ജന്മങ്ങളെ കൂടെ ചേർന്നിട്ട് നിങ്ങൾ ഇത്തരം കളികൾ അപ്പൊ നിങ്ങൾ എന്താ നന്മമര തട്ടിപ്പാണോ? നിങ്ങൾ നന്മമരമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്കൊരു പൊസിഷൻ ഒന്നുമില്ലേ? ആ പരിപാടി നോക്കി അവിടെ ഇരുന്നാ പോരെ. ഇത്തരം ചപ്പു ചവറുകൾക്ക് എന്തിനാ ഇത്തരം ലെറ്ററുകൾ കൊടുക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവളുടെ ഡോക്ടറേറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ ആ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി ഒന്ന് അന്വേഷിച്ച് നോക്കിയാണ്. ഏതോ ഒരു പ്രദീപ് ജി സൂപ്പർ മാർക്കറ്റ് നടത്തുകയാണ് ഇത്തരം സർട്ടിഫിക്കറ്റുകൾ വെച്ചിട്ട്. ആ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി വല്ലതും അറിയാമോ? അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അന്വേഷണ ബുദ്ധിയുണ്ടോ? ഇതൊന്നും ഇല്ലാതെ അവള് അവള് ബ്ലൈൻഡ് അസോസിയേഷന്റെ ആളാണോ? ഇവിടെ വന്നിരുന്നു മസാജ് സെന്റർ തുടങ്ങാൻ. ഞാൻ അനുഭവിക്കുന്ന 35 ദിവസമായി ഞാൻ അനുഭവിക്കുന്ന സൈബർ അറ്റാക്കിന്റെ എല്ലാം ബിഹൈൻഡ് ഈ സോണിയ മൽഹാറാണ് തുടക്കം. അവൾക്ക് ഇവിടെ റൂം കൊടുത്തില്ല. അവളെ ഇവിടെ ഞാൻ കയറ്റി താമസിപ്പിച്ചില്ല. ഷംസൂനും അവക്കും വെടിവെക്കാനുള്ള സ്പേസ് കൊടുത്തില്ല. അതാണ് ഞാൻ അനുഭവിക്കുന്ന ഈ സൈബർ അറ്റാക്ക്. അപ്പൊ എനിക്ക് നോർമലി കിളി പോകുമ്പോ ഇത് കാണുമ്പോ ദേഷ്യം പിടിക്കുമേ. എന്ത് വൃത്തികേടാ അത്. 10 മിനിറ്റ് എടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്കിത് പറഞ്ഞു തീർക്കാൻ തോന്നണ്ടായോ? എന്താ അത് കമ്മ്യൂണിസത്തില്? അയാൾ ആ ഔദ്യോഗിക പദവിയാണ് അയാൾ ദുരുപയോഗം ചെയ്യുന്നത്. ഒന്നുകിൽ അയാൾ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന മിസ്റ്റേക്ക്, അല്ലെങ്കിൽ അയാളെ മണ്ടനാക്കിക്കൊണ്ട് അയാൾ ആ ബ്ലൈൻഡ് അസോസിയേഷന് കൊടുത്ത, അതായത് ഒരു മിനിസ്റ്റർ ഒരു ബ്ലൈൻഡ് അസോസിയേഷന് കൊടുത്ത ഒരു പേപ്പർ വെച്ചിട്ട് പിച്ചെടുപ്പാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഗവൺമെന്റ് സംവിധാനങ്ങളെല്ലാം തീർന്നുപോയോ? ഗവൺമെന്റ് സംവിധാനങ്ങളെല്ലാം പൂട്ടിക്കെട്ടണമോ? എന്നിട്ട് ഈ ചാരിറ്റിക്കാരുടെ കയ്യിൽ കൊടുക്കട്ടെ? ഒരുത്തരെന്തെന്ന് പറഞ്ഞാല് അവനിക്ക് ആകെ അമൃത ഹോസ്പിറ്റലിലെ കണ്ണ് കാണുള്ളൂ. ആർക്കാ? പട്ടൂന്. അമൃത ഹോസ്പിറ്റലിൽ മാത്രമേ അവൻ ചികിത്സിക്കുള്ളൂ. എന്നാൽ ഈ കൊടുക്കുന്ന പൈസ വെച്ചിട്ട് 4 മനുഷ്യരെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക, ധാരണയോടെ മനസ്സിലാക്കുക. ഒരു കാര്യം വളരെ കൃത്യമായി പൊതുജനങ്ങൾ മനസ്സിലാക്കാനുള്ളതാണ്. നിങ്ങൾ വേറെ ഏത് ഹോസ്പിറ്റലിൽ പോയാലും, ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാലും അവരുടെ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റിയോ വെരിഫിക്കേഷനോ ഒന്നും ഉണ്ടാവത്തില്ല. അതുപോലെ അല്ല കേരളയിലെ
ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ അവിടെ ജോലി ചെയ്യുന്ന പിന്നെ ഡോക്ടർമാരെല്ലാരും തന്നെ റിയൽ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അത് വെരിഫൈ ചെയ്ത് PSC നോക്കി നോട്ട് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ അവിടെ ഇതുണ്ടാവുള്ളൂ. അങ്ങനെ അതായത് ഒരു ഫേക്ക് ആളിന്, ഒരു ഫേക്ക് ഡോക്ടറിന് ഒരിക്കലും ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ ഒക്കത്തില്ല. അതേപോലെ തന്നെ നഴ്സ്, അവിടെയുള്ള അസിസ്റ്റന്റ് സ്റ്റാഫ് എല്ലാവരും ഗവൺമെന്റ് സംവിധാനങ്ങൾ അങ്ങനെയാണ്. അത്രയും വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ജോബ് കിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരു ഡോക്ടറിനെ, അതായത് ഫ്രീ ആയിട്ട് ഗവൺമെന്റ് ഫ്രീ ആയിട്ട് അനുവദിക്കുന്ന എല്ലാ സംവിധാനങ്ങളെയും മറന്ന് നിങ്ങൾ പ്രൈവറ്റിലേ പോകുള്ളൂ എന്ന് വെച്ചാല് നിങ്ങളിത് എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് അറിയാമോ? നാട് എങ്ങോട്ടായി സഞ്ചരിക്കുന്നേ? അപ്പൊ ഈ പറയുന്ന ജനാധിപത്യത്തിന് യാതൊരു വാല്യൂവും ഇല്ലേ? കുറച്ച് മനുഷ്യർ മാത്രം ജനാധിപത്യം അനുഭവിച്ചാൽ മതി, ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ശരി, ആയിക്കോട്ടെ, അവര് ക്യാഷ് ഉണ്ടാവും, അവർ പോയിക്കോട്ടെ. അത് കണ്ട് ബാക്കിയുള്ളവർ ഈ സംവിധാനത്തെ എല്ലാം വെറുക്കാൻ തുടങ്ങുമ്പോ ഇതിനൊന്നും ഒരു വാലിഡിറ്റി ഇല്ലാണ്ട് വരികയാണ്. ജനങ്ങൾക്ക് ഒരു വിലയില്ലാതെ വരികയാണ്. ഗവൺമെന്റ് സംവിധാനങ്ങളെ ഉപയോഗിക്കുന്ന ആളുകളെ ഇപ്പൊ ഞാൻ ഇതിനെ എതിർക്കുന്ന എന്താണെന്ന് അറിയാമോ? റോഡിൽ 4 കുട്ടികളെ കണ്ടു, നമ്മൾ എന്ത് ചെയ്യുന്നു? ഉടനെ ഒരു ഫോട്ടോ എടുക്കും, ഒരു ഫോട്ടോഗ്രാഫറെ വെക്കും, ഫുഡ് വാങ്ങിക്കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കുന്നു, ഡ്രസ്സ് വാങ്ങിക്കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കുന്നു. റോൾ മോഡലായി, അവൻ നന്മമരമായി. ടൈം ലൈനിൽ അത് പോസ്റ്റ് ചെയ്തു, അവൻ നന്മമരമായി എസ്റ്റാബ്ലിഷ്. പിന്നെ അവന്റെ പേർക്ക് അവന്റെ അക്കൗണ്ട് നമ്പർ ഉണ്ടെങ്കിൽ അതിലേക്ക് അയക്കുക, ഇൻബോക്സിലേക്ക് പോയി പറയുക, നിനക്ക് എന്ത് വേണം ഞാൻ തരാം. പിന്നെ ഇവനിങ്ങനെ പിരിച്ചിട്ട് കാശ് കൊണ്ടുവരിക, ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക, ഇതുപോലെ കൊണ്ടു കൊടുക്കുക. ഈ ഡയലോഗാണ്. വായ്, എന്തിന്? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്നറിയാമോ? അങ്ങനെ 4 കുട്ടികളെ അനാഥരായി റോഡിൽ കണ്ടാൽ, ഭക്ഷ്യ ബുദ്ധിമുട്ടുകൾ അങ്ങനെ കണ്ടാൽ അതിനുള്ള വകുപ്പുണ്ട്. ജനാധിപത്യ രാജ്യത്ത് അതിനകത്ത് സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട്. മനസ്സിലായില്ലേ? അധികാരികളുണ്ട്. അവരെ വിവരം അറിയിക്കുക. കുട്ടികൾ ദേ ഇവിടെ കിടക്കുന്നു, അതിനാ ഗവൺമെന്റ് തന്നെ സംവിധാനങ്ങളുണ്ട്, അവിടെ കൊണ്ട് എത്തിച്ചു കൊടുക്കുക. അവർക്ക് ആ ഒരു നേരത്തെ ഫുഡല്ല നിങ്ങൾ കൊടുക്കേണ്ടത്. പെർമനന്റ് സൊല്യൂഷനാണ് അതിന് കാണേണ്ടത്. ശരിയല്ലേ? പെർമനന്റ് സൊല്യൂഷനല്ലേ നിങ്ങൾ കാണേണ്ടത്. അതിന് പകരം ഇങ്ങനെയാണോ ചെയ്യുന്നത്? ഇതാണ് ഈ നന്മമരം. ഇതിനോട് യോജിക്കാൻ കഴിയാത്തത് അതാണ്. നിങ്ങളുടെ പ്രസന്റ് കണ്ടീഷന് ഒരു ഫുഡ് വാങ്ങി കൊടുക്കൂ, ഓക്കെ, വീഡിയോ എടുത്ത് നിങ്ങൾ നന്മമരമാകുന്നതിന് പകരം ആ ഫുഡ് വാങ്ങി കൊടുക്കുന്ന കൂടെ അതിന് അവരെ എവിടെ സെക്യൂർഡായിട്ട് നമുക്ക് കിടത്താൻ കഴിയും, എവിടെ അവർക്ക് നിർത്താൻ കഴിയും, അവരെ എവിടെ സേവ് ആക്കാൻ കഴിയും എന്നുകൂടെ ചിന്തിച്ചുകൂടെ? സമയമില്ലെങ്കിൽ ശരി, ഓക്കെ. അപ്പൊ പിന്നെ ഈ ടൈം ലൈനിൽ കൊണ്ടുവന്ന് ഈ വീഡിയോ ക്ലിപ്പ് ഇട്ട് എന്തിനാ ലൈക്കും കമന്റും വാങ്ങിക്കുന്നേ? സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ എന്തെല്ലാം രീതിയിൽ അത് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാന്ന് ആലോചിച്ച് നോക്കുക. സോണിയ മൽഹാർ, അയ്യോ നമ്മമാര രാജ ഗുരു, നിന്നെ ഞാൻ സമ്മതിച്ച് തൊഴണം കേട്ടോടി. ഇത്രയും തൊലിക്കെട്ടി സാണ്ടാമൃഗത്തിന് പോലും വരത്തില്ല. എടി നാറി, നിന്റെ അടുത്ത് ഞാൻ അന്നേ പറഞ്ഞല്ലേ വല്ല കൂലിപ്പണിക്കും പോവാനായിട്ട്. ജോലി ചെയ്ത് ജീവിച്ചുകൂടെ ഊളെ? നാണുണ്ടോ നിനക്ക്? ആരാണ്ട് എച്ചലിൽ നിന്ന് ജീവിക്കുന്ന നാറി. നിനക്ക് കയ്യും കാലും ഒരു കുഴപ്പമില്ലല്ലോ, എന്തെങ്കിലും അധ്വാനിച്ച് ജീവിച്ചുകൂടെ? ഇങ്ങനെ ഒരു ശവം അവിടെ ഈ കൊത്തി എവിടെ കയറി കൊത്തുന്നെന്ന് നോക്കിയാണ്. അതും ഒരു മിനിസ്റ്ററുടെ ലെറ്റർ കൊണ്ടുവന്നിട്ട് അവർക്ക് പിരിക്കാനുള്ള സപ്പോർട്ടീവ് ഡോക്യുമെന്റ്. നീ പിരിക്കണമെങ്കിൽ നീ തനിയെ തുണി അഴിച്ചിരുന്നിട്ട് പിരി, അല്ല നീ അങ്ങേരുടെ ഇതും കൊണ്ടൊന്ന് അവിടെ ഉണ്ടാക്കി കഴിഞ്ഞാലേ ഇത് കേസ് വേറെയാണ്, ഇത് ക്രൈമാണ്. അപ്പൊ ഒരു മിനിസ്റ്ററുടെ സപ്പോർട്ടോട് കൂടി ഒരു നന്മമരം കാശ് പിരിക്കുന്നു, അതാണ് തെളിവ്. അപ്പൊ എന്താ കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെയാ? ഇതാണോ കമ്മ്യൂണിസം? അപ്പൊ പിന്നെ ഞങ്ങൾ എന്താ വിശ്വസിക്കേണ്ടേ? ഞങ്ങൾ ആരെയാ വിശ്വസിക്കേണ്ടത്? ഇതിനെതിരെയല്ലേ ഞങ്ങൾ ഘോരമായിട്ട് നിൽക്കുന്നത്. ഇതിനെതിരെയുള്ള എല്ലാ തെളിവോടുകൂടി ഞാൻ പറയുന്നു. 2 ലക്ഷം രൂപ ശംസു മുത്തേ കുത്തേ എന്ന് പറഞ്ഞാൽ അവള് കൊഞ്ചുന്നുണ്ട്, അവളുടെ സർട്ടിഫിക്കറ്റ് ഫേക്ക് എന്ന് പറയുന്നുണ്ട്. എല്ലാ രീതിയിലുള്ള എവിഡൻസ് കൊണ്ടുവന്ന് വെച്ചാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. പിന്നെയും സോണിയ എങ്ങനെ ആ പൊസിഷനിൽ കയറിയിരിക്കും? അപ്പം അത്രയും എലിജിബിൾ ആയ ബാക്കിയുള്ളവരെവിടെ? ഇതൊക്കെ ബ്ലൈൻഡ്ലി, ഇതൊക്കെ വജൈന പവർ എന്നാ പറയാ. ഇനിയിപ്പൊ അതിൽ വീണതാണോ പിന്നെ മിനിസ്റ്റർ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതിനും നിങ്ങളുടെ ശ്രദ്ധ ഇതിനകത്തേക്കൊന്നും കൊണ്ടുവരാൻ വേണ്ടിട്ട് വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. അടുത്ത് മുതൽ നിന്റെ ലേഖനമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഞാൻ ഈ ഒരു ബിസിയിലായതുകൊണ്ട് ഞാൻ ഇതൊന്ന് ഇഗ്നോർ ചെയ്തു എന്നാണ് നീ വിചാരിച്ചേ? എന്നെ ഫോളോ ചെയ്യില്ലെന്നാ വിചാരിച്ചേ? എന്നെ ഫോളോ മനുഷ്യനെ ദഹിക്കാവുന്നതിന്റെ പാരമ്യതയിലാണ് ആ കൊണ്ടുവച്ചിരിക്കുന്നത്. എത്ര വിവരം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിയാണ്, എത്ര വിവരം എടുത്ത തന്റെയോ ഉള്ള ധൈര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. ഈ ലൈവ് പോകുമ്പോഴൊക്കെ എനിക്ക് എന്തിനാ ഈ മെസ്സേജ് അയച്ച് എന്നെ പേടിപ്പിക്കുന്നേ? അതാരാ? വിട്ടേ, ഇങ്ങോട്ട് പോയി. ഇനി അവള് പിന്നെ സോണിയയുടെ പ്രൊമോട്ടറാണ്, ആരാന്നറിയത്തില്ലേ? ആ ഡീറ്റെയിൽ നിങ്ങൾ പോയി നോക്കിയാൽ മതി. സോണിയ മൽഹാറിനെ ഞാനത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ചെല്ലി പെട്ടെന്ന് തന്നെ അവളെ ഒന്ന് സഹായിച്ചു കൊടുക്കും, പെട്ടെന്ന് ആയിക്കോട്ടെ. അവൾക്ക് അത്യാവശ്യമായിട്ടൊരു സഹായത്തിന്റെ ആവശ്യമുണ്ട്. കണ്ടോ, ഇതാണ് അവളുടെ ടൈം ലൈൻ.
മാഡം ഡോക്ടർ അത്രേ, ഡോക്ടർ ഉള്ള ഡോക്ടർഷിപ്പ്. ഇതില് ഇങ്ങനെ മാത്രമാണ് അതിനൊരു ഓപ്പോസിറ്റ് കമന്റ് ഇട്ടത്. പുള്ളി ആരെന്ന് കണ്ടില്ലേ? പുള്ളി KSKTയുടെ അംഗമാണ്, അതായത് അവിടുത്തെ കർഷക സംഘടനയുടെ അംഗമാണ്. അങ്ങേര് മാത്രമാണ് അതിനകത്തൊരു കമന്റ് ഇട്ടിരിക്കുന്നത്. IFSC കോഡ് നമ്പരും ഉൾപ്പെടെ പൈസ പിച്ച എടുക്കാൻ വന്നിരിക്കുക മാഡം, പിച്ച എടുക്കാനായിട്ട്. കൂട്ടുകക്ഷി, ഫിജോയുടെ കൂട്ടുകക്ഷിയാ കണ്ടോ, എഴുതിയിട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, സോണിയ മൽഹാർ, ഡോക്ടർ സോണിയ മൽഹാർ. ഏത് ഡോക്ടർ? ഏത് കോത്താഴത്തെ ഡോക്ടറാ ഇവള്? പ്രിയ ഡോക്ടർ അത്രേ. അവളുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച ആ ഡോക്ടർ ആരാണെന്ന് അന്വേഷിച്ച് പറയാൻ പറ, അപ്പൊ അറിയാം. അഡ്വക്കേറ്റ് PR അനിൽ, മന്ത്രി, അക്ഷയ വകുപ്പ് മന്ത്രി. പുള്ളി അയച്ചു കൊടുത്ത ലെറ്ററും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് അവള്, പിച്ച പിരിക്കാനായിട്ട്. ഉണ്ടോ, നമ്പർ വിട്ടിട്ട് കുറെ പെണ്ണുങ്ങൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന് സപ്പോർട്ട് ചെയ്തിട്ട് ഒടുക്കം പിന്നീട് എന്നോണ്ട് പറയരുത് സരിതയെ പോലെ, സരിതയെ എനിക്ക് അറിഞ്ഞുവിടുന്ന ഉമ്മൻചാണ്ടി പറഞ്ഞ കണക്കുള്ള വർത്താനം പറയരുത്. ഇത്ര ദിവസമായിട്ട് ഒരു പെണ്ണിനെ തൊലിച്ചൊഴിച്ച് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. കേരള ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്ന ഒരു വാരികയിലേക്ക് ഗവൺമെന്റ് സംവിധാനത്തിന്റെ പരസ്യം കൊടുത്തേക്കുന്നു. ഇങ്ങനെ നിങ്ങൾ കൈയിട്ട് വാരാനും ഇത്തരം പെണ്ണുങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഭരിക്കുന്നതെങ്കിലേ ഞങ്ങളെ മടയരാക്കരുത്. ഞങ്ങൾ തന്ന വോട്ടിന് വാല്യൂ ഇല്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. ഈ പെണ്ണുങ്ങളല്ല ഭരിക്കേണ്ടത്. ഞങ്ങൾ നിയമിക്കുന്ന ഞങ്ങളുടെ മിനിസ്റ്ററാണ് ഞങ്ങളെ ഭരിക്കേണ്ടത്, അല്ലാതെ ഈ പെണ്ണുങ്ങളല്ല ഞങ്ങളെ ഭരിക്കേണ്ടത്. ഇങ്ങനെ കുറെ വേഷ സ്ത്രീകളാണ് നാട് ഭരിക്കുന്നതെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എന്തിനാണെന്നാണ് അന്വേഷിക്കുന്നത്, എന്തിനാണെന്നാണ് അറിയേണ്ടത്. മിണ്ടാതിരുന്ന് പഴയ കാലമല്ല മിനിസ്റ്ററെ, പഴയ കാലമല്ല. അത് കണ്ണുടച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പ്രതികരിക്കാൻ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. കുറെ ആൾക്കാരെ ഈ ചാരിറ്റി തട്ടിപ്പിനും നന്മമര തട്ടിപ്പിനും എതിരെ സംസാരിച്ചിട്ടും നിങ്ങൾക്ക് ഇതിനെതിരെ ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നില്ലെന്നോ പോട്ടെ, നിങ്ങൾ അവറ്റകൾക്ക് സപ്പോർട്ട് ചെയ്യുവാണോ? അവർക്ക് പ്രൊമോട്ടറായിട്ട് നിൽക്കുകയാണോ നിങ്ങൾ? വ്യക്തിത്വമില്ലേ നിങ്ങൾക്കൊന്നും? മനുഷ്യത്വമില്ലേ? അങ്ങനെ ഒരു ലേഡിയുടെ ഇഷ്യൂ വന്നാൽ തന്നെ നിങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടൂ. സംവിധാനങ്ങളില്ലേ, അത് യൂസ് ചെയ്യൂ. അല്ലെങ്കിൽ ഗവൺമെന്റിന് തന്നെ അങ്ങനെ ചാരിറ്റി ഒരു ഇതില്ലേ, അത് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അതിന് പകരം ഇത്തരം നന്മ മരങ്ങൾ നാട്ടുകാരെ പറ്റിച്ച് തിന്നുന്ന വെറും തേർഡ് റേറ്റ് ക്രിമിനൽസിന്റെ കയ്യിലേക്കാണോ ഇത്തരം പേപ്പർ ഈ നല്ല രേഖകൾ കൊണ്ട് കൊടുക്കേണ്ടത്? എന്താണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? ഇതൊക്കെ എങ്ങനെ ഞങ്ങൾ വിശ്വസിച്ചിട്ട് മിണ്ടാതിരിക്കണമെന്നോട് പറഞ്ഞാണ്? നിങ്ങൾ എന്ത് അധികാരം, എന്ത് അർഹതയാണ് നിങ്ങൾക്കുള്ളത് ആ സ്ഥാനത്ത് ഇരിക്കാനായിട്ട്? ഇവൾക്കാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ ഞങ്ങളൊക്കെ മന്ദബുദ്ധികളാണോ? നിങ്ങൾക്ക് ഇതൊക്കെയാണ് തൊഴിലെങ്കിൽ ഇത് ഈ പൊതുസേവനം നിർത്തി പോവുക, വേറെ വഴി നോക്കുക, വേറെ അടുത്ത ആള് വരട്ടെ, കമോൺ മാറി പോവുക. ഇവള് നമ്പർ 1 ഫ്രോഡാണ്. എവിഡൻസ് ഉണ്ട് നിങ്ങൾക്ക്. എനിക്കറിയാം, എനിക്ക് കേസ് വരും എന്നുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയാം. ഐ ഡോണ്ട് കെയർ. അത് ഞാൻ ധൈര്യമായിട്ട് പറയുന്നില്ലേ, കേസ് വരട്ടെ, നോ പ്രോബ്ലം എന്ന്. ഈ സോണിയ മൽഹാർ ഇവിടെ വന്നുവെന്നും എന്റെ വില്ലയിൽ എന്നെ സന്ദർശിക്കാൻ വന്നുവെന്നും ഇവിടെ മസാജിങ് സെന്റർ തുടങ്ങണം, മസാജിങ് പാർലർ തുടങ്ങണമെന്നും ചാരിറ്റി ഫൗണ്ടേഷന് പൈസ വേണമെന്നും അത് സംഘടിപ്പിച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുമെന്നും ഞാൻ എഴുതുന്ന എന്റെ ആർട്ടിക്കിളിന് 40% എടുത്ത് അതിൽ 20% അവക്ക് എടുക്കാമെന്നും പല രീതിയിൽ അവള് സംസാരിച്ച പല കാര്യങ്ങളും ഓൺലൈനിൽ കൂടെ ഞാൻ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഓൺലൈനിൽ കൂടെ ഓരോ വോയിസ് ബൈ വോയിസ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരും. 2 lakhs അവൾക്ക് വീട് വെക്കാനും വീട്ടിന്റെ ആവശ്യത്തിനും അതവള് സമ്മതിച്ചിട്ടുണ്ട്. അവളുടെ ടൈം ലൈനെ അവള് സമ്മതിച്ചിട്ടുണ്ട്. ലിബിക്ക്, അതായത് ന്യൂസ് ഗില്ലിന്റെ ഓണർ ലിബിക്ക് അവള് ഇൻബോക്സിൽ അയച്ച മെസ്സേജിൽ തന്നെ, ആരെ കൊണ്ടോ അയപ്പിച്ച മെസ്സേജിൽ തന്നെ അവള് സമ്മതിക്കുന്നുണ്ട്. അതെ, എനിക്ക് 2 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പോസ്റ്റ് ഇട്ടേന്ന്. അപ്പൊ അവള് തന്നെ സമ്മതിക്കുന്നു. കുറ്റസമ്മതം നടത്തിയാർക്ക് നിങ്ങൾ അതിനെതിരെ ഒരു അന്വേഷണം വെക്കുന്നല്ലാതെ പോട്ടെ, നിങ്ങൾ അവർക്ക് സപ്പോർട്ടീവായിട്ട് ഡോക്യുമെന്റ്സ് അയച്ചു കൊടുക്കണം പിച്ച എടുക്കാനായിട്ട്. നിങ്ങൾ ആ പൊസിഷനിൽ ഇരിക്കാൻ അർഹനല്ല. നിങ്ങൾ ഇത് അറിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, അറിഞ്ഞില്ല എങ്കിൽ ഇത് റിമൂവ് ചെയ്യാനുള്ള പരിപാടി ഏർപ്പാടാക്കിക്കൊള്ളുക, അല്ലെങ്കിൽ ജനകീയ വിചാരണയ്ക്ക് തയ്യാറായിക്കൊള്ളുക. അതിൽ കൂടുതലൊന്നും പറയില്ല. നിസാരം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിസാരം ഒരു വീട്ടമ്മ അലയ്ക്കുന്നു മാത്രം വിചാരിക്കണ്ട. ഇങ്ങനെയുള്ള ലക്ഷം വീട്ടമ്മമാര് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇതിന് മറുപടി വരെ ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? കുറെ നന്മമര ഊളറിങ്ങിയേക്കുന്ന നാട് ഉണ്ടാക്കാനായിട്ട് നാണമില്ലോടി, പോയി ജോലി ചെയ്യടി പെണ്ണായ, വല്ല കൂലിപ്പണിക്കും പോടി, തൊഴിലുറപ്പിന് പോടി. എടി തൊഴിലുറപ്പിന് പോടി, നീ പിച്ച എടുക്കാതെ. അവള് ബസ് സ്റ്റാൻഡിൽ പണ്ടേനെ തമ്പാനൂർ ബസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ഒരാൾക്ക് കൊണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് ആ ടൈമിലിട്ടു. ആരാ നന്മമരം? ആരാ അത്? സോണിയ മൽഹാർ. ഐ ആം വെരി ബിഗ് നന്മമരം. ഇവിടെ വന്നിരുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ഇതുണ്ടാക്കും, നിങ്ങളുടെ ഒരു വീഡിയോ ഉണ്ടാക്കും. ഇത്രയും ബോൾഡായ ഒരു ലോഡി കാല് സുഖമില്ലാണ്ടും ഈ രാജ്യത്ത് വന്ന് ജോലി ചെയ്യുന്നു എനിക്കൊരു വീഡിയോ ഉണ്ടാക്കുന്നു.
എടി നീ എനിക്ക് വെച്ച് വീഡിയോ ഉണ്ടാക്കി നീ നന്മമര ഗോഷ്ഠിയൊന്നും ആവണ്ട. എനിക്ക് അങ്ങനെ ഫേമസ് ആവേണ്ട കാര്യവും ഇല്ല. പകരം ആ കാല് സുഖമില്ലാത്ത ഞാൻ എന്റെ 2 ആൺകുട്ടികൾക്ക് വേണ്ടി ഫുഡിന് വഴി അന്വേഷിച്ച് ഇവിടെ ഒന്ന് ജോലി ചെയ്യുന്നത് കണ്ടെങ്കിലും നിനക്കൊന്ന് നന്നായിക്കൂടെ? മനുഷ്യത്വം വേണോടി? നാട്ടുകാരെ പൈസ വലിപ്പിച്ച് തിന്നാണല്ലോ. അവരൊക്കെ ചോര നീരാക്കി ഉണ്ടാക്കണ കാശല്ലേ ഇത്? ആരെ കൊണ്ട് കൊടുക്കൂലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 92,000 ഫോളോവേഴ്സ് ഉണ്ട്. അത്ര ഫോളോവേഴ്സ് പോയി നോക്കുക. 92,000 പേരാണ്. 10 ലൈക്ക്. 10-15 മണിക്കൂർ മുമ്പിട്ട സാധനത്തിൽ 10 ലൈക്ക്. ഒരു മനുഷ്യരും പട്ടു ഉൾപ്പെടെ, സോണിയ മൽഹാർ ഉൾപ്പെടെ, സുശാന്ത് നിലമ്പൂർ ഉൾപ്പെടെ എനിക്കിട്ട് എന്നെ ടാർഗറ്റ് ചെയ്ത് എന്നെ കൂട്ടിക്കൊടുപ്പുകാരി പ്രസ്ഥാനമാക്കി ഒതുക്കാൻ നോക്കിയ എല്ലാവന്മാരെ നിങ്ങൾ എന്നെ അങ്ങനെ ആക്കാതെ മിണ്ടാതിരുന്ന സൈലന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി കുത്തി ആരെ അറിയിക്കാതെ അങ്ങ് പോയിക്കിട്ടുണ്ടായിരുന്നു. എന്നെ എപ്പം ഞോണ്ടിയോ വിചാരിച്ചോ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്. ടുമാറോ ഓൺവേഴ്സ് ഐ എം ഗോയിങ് ടു റൈറ്റ് അഗേൻസ്റ്റ് ദിസ്. എഴുതി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. മൂദേവി മര്യാദയ്ക്ക് ആ സാധനം അതിനകത്തുനിന്ന് മാറ്റിക്കോ. ഒന്നുകിൽ നീ മാറ്റും, അല്ലെങ്കിൽ അങ്ങേരെ കൊണ്ടത് മാറ്റിക്കും. മര്യാദയ്ക്ക് മാറ്റിക്കോ. പിച്ച തമ്മിൽ നിർത്തിക്കോ. പിച്ചക്കാരി നാളെല്ലടി നിനക്ക് പിച്ച എടുക്കാൻ. അവള് പിച്ച എടുക്കാണ്. നാട്ടുകാരെ പേര് പറഞ്ഞ സുധയ. ഇനി അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോന്ന് തന്നെ ദൈവത്തിനറിയാം. ഉണ്ടോ ഇല്ലയെന്ന് തന്നെ ദൈവത്തിനറിയാം. എന്തോന്ന് കളികളാന്ന് ആലോചിച്ച് നോക്കിയാണ്. ഞാൻ സോറി പോയിട്ട് തിരിച്ചു വന്നെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എപ്പം വേണോലും ഞാൻ വരാൻ തയ്യാറായിട്ട് നിൽക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഉറങ്ങാൻ കിടന്നതാണ്. ചുമ്മാ സ്ക്രോൾ ഡൗൺ ചെയ്തപ്പോഴത്തെ നോക്കുമ്പോൾ ദയാ കിടക്കുന്നു. അതും ഒരു കമ്മ്യൂണിസ്റ്റ് മിനിസ്റ്റർ. കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് അതിനകത്ത് ആ മാനിഫെസ്റ്റോയിൽ ഈ സാധനം ഫ്യൂഡലിസം ഒരു കാരണവശാലും അതില്ല അതിനകത്ത്. മനസ്സിലായില്ലേ? എല്ലാവരും ഈക്വലെന്ന് ചിന്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്നിട്ടാണ് അയാള് ഒരുത്തൻ നന്മമരരായിട്ട് അവർക്ക് ഇത്ര പൈസ കൊടുക്കണം അത്ര, അവർ ഇത്ര സഹായിക്കണം അത്ര. ഗവൺമെന്റ് സംവിധാനത്തിൽ ഇരുന്നിട്ട് ഗവൺമെന്റ് സംവിധാനങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കോളൂ. ഗവൺമെന്റ് സംവിധാനങ്ങൾ അപ്പൊ എന്തിനാ? ഗവൺമെന്റ് ഹോസ്പിറ്റലെല്ലാം അടച്ചു പൂട്ടും നിങ്ങള്. അവര് ഒരു പൈസ ഇല്ലാത്തവരാണോ SP ഫോർട്ടിൽ പോയത്? ഒരു കാശും ഇല്ലാത്തവരാണോ SP ഫോർട്ടിൽ ചികിത്സയ്ക്ക് പോയത്? അതിനെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുകയാണോ? അത് മനസ്സിലാവുന്നില്ല എനിക്ക്. ചിലപ്പോ ഇങ്ങോട്ട് വടക്കോട്ടുള്ളവർക്കൊന്നും അറിയത്തില്ലായിരിക്കും. തെക്കോട്ടുള്ളവർക്ക് അറിയില്ല SP ഫോർട്ടിന്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻ എന്താണെന്നും അതേത് ഇത്രയും എമൗണ്ട് പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്ന. എന്റെ മകനിക്ക് പിന്നെ ഒരു ചെറിയ പനിയോ ജലദോഷം ഇളയ മകന് വന്നപ്പോഴത്തേക്ക് ഒരു പ്രാവശ്യം പെട്ടെന്ന് ഓടി അവിടെ കൊണ്ടുകയറി 3000 രൂപ ബില്ല്. ഒറ്റ ദിവസം ബില്ല 3000 രൂപയാണ് ഒരു ദിവസത്തെ ബില്ല്. ഓടിക്കൊണ്ട് കയറിയത് അങ്ങടാ. നമ്മളവിടെ അതിന്റെ അടുത്താ താമസിച്ചിരുന്നത്. അവിടുന്ന് ഓടി അങ്ങോട്ടാ കയറാൻ തോന്നിയത്. പെട്ടെന്ന് കൊണ്ട് ചെന്ന് കയറിയതാ. SP ഫോർട്ട് എന്റെ കാലിന്റെ ട്രീറ്റ്മെന്റിന് പറഞ്ഞു 12 ലക്ഷം രൂപയാ ചോദിച്ചത്. എനിക്ക് ആകെ ചെലവായത് 5 രൂപയാണ്. 5 രൂപ. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ 5 രൂപയ്ക്ക് കൊണ്ടുപോയപ്പോ 6 ഡോക്ടർമാർ ചേർന്ന് നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് ഇത് അസുഖമല്ല, ഇത് പതിയെ മാറുന്നതാണ്, ഇതിന് ഫിസിയോതെറാപ്പിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ, ഗുളിക പോലും കഴിക്കേണ്ട കാര്യമില്ല, ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഫിസിയോതെറാപ്പി മതി എന്ന് ഗവൺമെന്റ് സംവിധാനം പറഞ്ഞ് വെറും 5 രൂപ. 5 രൂപ ടോക്കൺ എടുത്ത് ഞാൻ 12 ലക്ഷം രൂപ തന്നാൽ മാത്രമേ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിൽ പോകുന്ന അവസ്ഥയിലാക്കി തരാൻ പറ്റുള്ളൂ SP ഫോർട്ട് എനിക്ക് പറഞ്ഞതാ. മനസ്സിലായോ? അപ്പൊ ഗവൺമെന്റ് സംവിധാനം എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമാവുന്നില്ലേ? ഗവൺമെന്റ് സംവിധാനം. എന്റെ ഒരു സിസ്റ്റർ പ്രസവം നടത്തിയത് കോസ്മോയിലാണ്. അവിടെ 4 ദിവസം കണ്ടേ കുട്ടി കിടന്നോളൂ. സിസേറിയനാണ്. 36,000 രൂപയുടെ ബില്ല്. ഞാനും പറ്റൂ 500 രൂപയാ. എവിടെന്നറിയോ? മെഡിക്കൽ കോളേജിൽ 500 രൂപയെ ഞാൻ കൊടുത്തുള്ളൂ. 500 രൂപ കൊടുത്തു, അന്തസ്സായിട്ട് പറ്റൂ, ഒരു പ്രശ്നമില്ലാതെ വീട്ടിൽ വന്നു. ഇനി സിസേറിയൻ ആണെങ്കിൽ പോലും അത്തരം പേയ്മെന്റേ ഉണ്ടാവുള്ളൂ. 36,000 എന്തായാലും വരത്തില്ല. അപ്പൊ ആ സംവിധാനം ഉപയോഗിക്കണമെന്ന് പറയുമ്പോ നിങ്ങളുടെ നല്ല കാര്യത്തിനല്ലേ പറയുന്നത്? അത് വിട്ടിട്ട് ഈ നന്മമരങ്ങളെ ബൂസ്റ്റ് ചെയ്യുന്നതൊന്ന് നിർത്തിക്കൂടെ? ഇവളുമാരെയൊക്കെ കണ്ടാലുണ്ടല്ലോ കല്ലെറിയണം. മനുഷ്യര് ഉണരണം, ജനങ്ങൾ ഉണരണം, കണ്ണു തുറന്ന് നോക്കുക. ഈ ചെയ്യുന്ന തെണ്ടിത്തരത്തിന് ഒന്നും നിങ്ങൾക്കൊന്നും പറയാനില്ലെങ്കിൽ ഞങ്ങളൊക്കെ അലച്ചിട്ട് എന്താ കാര്യം? ലോക ഫ്രോഡ്. അവർക്ക് വേറെ ബിന്ദു കറക്റ്റ് ആണക്കി. ബിന്ദു അവളെ പേരിന് അല്ലെ. അത് ഈ പൊതുവെ നന്മമരങ്ങളുടെ എല്ലാം ക്വാളിറ്റി അതാണ്. ഒരുത്തി ജന്നത്താവും, ഒരുത്തി തെരേസയാവും, ഒരുത്തി പിജോ അമ്മായി ആവും, ഒരുത്തി സോണിയാവും, ഒരുത്തി ബിന്ദു ആവും. ഇവളുമാർക്കൊന്നും സ്വന്തം പേര് ഇഷ്ടമേ ഇല്ല. അവർക്കൊക്കെ പേരെപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. പേരിന്റെ അറ്റത്തുള്ളത് മാറുന്നതിന് ഒരു കൗതുകം തന്നെ. അപ്പനെ മാറി, ഹസ്ബൻഡ് വന്നു, ഹസ്ബൻഡിന്റെ പേര് വെച്ചു എന്ന് പറഞ്ഞാൽ അതൊരു മാറ്റം എന്ന് പറയേണ്ട പെണ്ണുങ്ങൾക്ക് അത് ഉണ്ടാവും. ഇതെന്തൂട്ടാണ് ബിന്ദു മാറി സോണിയാവുന്നത്? ഇനി ഇവള് ദുബായിൽ വന്ന് ചിരക്കാൻ വരുമ്പോഴാണ് ഞാൻ കാണണം. അപ്പോഴാണ് ഇരിക്കുന്നത്. നീ ഇവിടെ ജയിലിൽ കിടന്നിട്ടേ പോവുള്ളൂ, ഇവിടെ വന്ന് വ്യഭിചരിക്കാൻ വരുന്നോളെ. അത് പറഞ്ഞതിനല്ലേ നീ നിന്റെ കളവാണിയും കൂടെ എന്നെ കൂട്ടിക്കൊടുപ്പരിയാക്കാൻ ഈ വട്ടം പിടിച്ച് കളിച്ചത്.
എവിടെ കിടന്ന ഒരു ഫ്രോഡിനെ കൊണ്ടുവന്ന് പെണ്ണിനെ കൊണ്ട് എതിർത്ത് നീ അങ്ങ് ഉണ്ടാക്കിക്കാന്നും പറഞ്ഞുകൊണ്ട് വന്നത്? നാണണ്ട നിനക്ക്? ബിന്ദുവാളാത്രേ, ബിന്ദുവാള് ഒരു പൊട്ടും കുത്തി തലയിൽ സുണാപ്പി ഇട്ട് വിളിക്കിട്ട് വന്നേക്കാണ് ഇവിടെ മസാജ് സെന്റർ തുടങ്ങാൻ ആലോചിക്കുന്നുണ്ട് ഡോക്ടറുടെ ക്വാളിറ്റിയാണ്. എന്താണ് ഡോക്ടർ? അവളെന്താ പഠിച്ചേ? എന്ത് പഠിച്ചിട്ട് ഈ ഡോക്ടറെ കിട്ടി? എന്റെ അടുത്ത് നിനക്കൊരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഞാൻ തരാന്ന്. ഇങ്ങനെ ആയിരിക്കില്ല വേണ്ട അവക്കും കൊടുത്തത്. അവൾ എന്തോ കൊണാണ്ടറാണെന്ന് ഈ മനുഷ്യൻ വിശ്വസിച്ചിട്ടായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക. വാട്ട് എവർ ഇറ്റ് ഈസ്, ദിസ് ഇസ് വെരി ബാഡ്. കേട്ടപ്പോ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഓൺ എയറിൽ വന്നത്. ഐ ആം സോറി. ഗുഡ് നൈറ്റ്. സോണിയ മൽഹാറെ നിർത്തിക്കോ, പിച്ചതുണ്ടോ നിന്നെ ഞാൻ വിട്ടൂന്ന് നീ വിചാരിക്കണ്ട. ഐ വാസ് ബിസി വിത്ത് സംതിങ്. ഇതുമായിട്ട് കുറച്ച് തിരക്കുകളിലായി പോയി മോളെ. ഞാൻ ഐ എം കമ്മിങ് ബാക്ക് ടു യു. നീയാണ് എന്റെ ആദ്യത്തെ പോയിന്റ്. ദെൻ പട്ടു, ദെൻ സുശാന്ത് മൽഹാർ, സുശാന്ത് നിലമ്പൂർ. 3 പേർക്കുണ്ട്. ഞാൻ വെച്ചിട്ടുണ്ടെന്നേ, പോയിന്റ് ബൈ പോയിന്റ് ഉണ്ട്. ഈ പട്ടു പറയുന്ന ഒരു വോയിസ് റെക്കോർഡ് ഉണ്ട്, അത് ഞാൻ കേൾപ്പിക്കാം. ഞാൻ ബിസിയിലല്ല, കേൾപ്പിക്കാം. പട്ടു പറയണാണ് 5 ലക്ഷം രൂപയാവും എനിക്ക് പെട്രോൾ എക്സ്പെൻസ് മാത്രം ഒരു മാസവും. 5 ലക്ഷം രൂപ. പക്ഷെ അത് അയാൾ കവർ ചെയ്യുമേ. അതിനേക്കാൾ ഫണ്ടിങ് ആണ് അയാൾക്ക് വരുന്നത്. കഴുതകളായ ജനങ്ങൾ, കഴുതകളായ പ്രവാസികൾ എന്ന് വേണം പറയാൻ. ഇവറ്റകൾക്ക് ഒരു നാണോ ഇല്ലെന്ന് അയച്ചോണ്ടിരിക്കും. മനസ്സിലായില്ലേ? അയാൾ എന്ത് പറഞ്ഞാലും അയച്ചുകൊണ്ടിരിക്കും. അതെന്തുകൊണ്ടെന്നറിയാമോ? നമ്മളുടെ ഭരണഘടനയോ സംവിധാനത്തെയോ ജനാധിപത്യം എന്തെന്നൊരു ബോധമോ ധാരണയോ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം അത് ആർക്ക് അർഹതയാണോ അവർക്ക് പോയി ചേരട്ടെ. അതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അത് ചെയ്യൂ. പക്ഷെ അതിന് സംവിധാനങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത്. ഈക്വലിസം വരണോ? അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവനെ നമുക്ക് സഹായിക്കണമോ? ഗവൺമെന്റ് പൈസ ഇല്ലാത്തവന്, വീടില്ലാത്തവന് വീട് കൊടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? എല്ലാത്തിലും വേരിയേഷൻസ് ഉണ്ട്. BPL കിറ്റ്, APL, ഇങ്ങനെ ഒരു എല്ലാ ഡിഫറൻസും വെച്ച് റേഷൻ കാർഡുകളും ഉണ്ട്. ഒരുപാട് ക്യാഷ് ഉള്ളവനിക്ക് APL, അല്ലാത്തവൻ ബിലോ പോവർട്ടി ലൈനിന് BPL, എബോ പോവർട്ടി ലൈനിന് APL കാർഡ്. അങ്ങനെ ഓരോന്നിനും സിസ്റ്റം വെച്ച് എല്ലാവരെയും ഒരേ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വരാനായിട്ടുള്ള ശ്രമിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ട്. അത് മനസ്സിലാക്കാതെ ഇത് പോയി എങ്ങോട്ട് പോകുന്നതാണ്? ഒരു സംഘീയ അനുഭാവി, RSS അനുഭാവിയായ ഒരു പെണ്ണ് എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിൽ അധികാരത്തിലിരിക്കുന്ന ഒരു മിനിസ്റ്ററുടെ ലെറ്റർ എടുത്ത് അവിടെ ഇട്ട് പിച്ചെടുക്കുക എന്നൊന്നും മനസ്സിലാകുന്നില്ല. അതെനിക്കൊന്ന് മനസ്സിലാക്കി തരിക മിസ്റ്റർ മന്ത്രി. എനിക്കതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ കഴിയുമോ താങ്കൾക്ക്? ഞാൻ ഉൾപ്പെട്ട എന്നെ പോലുള്ള എത്രയോ പാവപ്പെട്ട ജനങ്ങളുടെ നികുതി കിട്ടുന്ന പൈസ കൊണ്ടാണ് നിങ്ങൾക്കും ശമ്പളം ഇനത്തിൽ ഒരു എമൗണ്ട് തരുന്നത്. ഞങ്ങളുടെ ഒപ്പാണ്, അതായത് ഞങ്ങളുടെ വോട്ട് ആണ് നിങ്ങൾ ആ പൊസിഷനിൽ എത്തിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി മറ്റൊരു പാർട്ടിക്കാർ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിലും പറയാൻ പറ്റും, ഞാൻ നിങ്ങളുടെ പാർട്ടിക്കാരിയാണ്, എനിക്ക് ചോദിക്കാൻ 100 വട്ടം അവകാശമുണ്ട്. ഒന്നുകിൽ ആ പ്രസ്ഥാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുക, അല്ലെങ്കിൽ ഇത്തരം തോന്നിവാസങ്ങളെ തടയിടുക, സ്റ്റോപ്പ് ചെയ്യുക. അവളുടെ സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിച്ചു തരിക ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്താണ് അവളുടെ യോഗ്യത നിങ്ങളൊന്ന് കാണിത്തരിക, ഞങ്ങളൊന്ന് കാണട്ടെ ആ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി എന്താണെന്ന്. ഇവിടെ വന്ന് വ്യഭിചരിച്ച് കാശുണ്ടാക്കിക്കൊണ്ട് പോകുന്ന അവളെ പറ്റി ഇത്രയും കൃത്യമായ എവിഡൻസോടുകൂടി ഞാൻ ഘോരം പറഞ്ഞിട്ടും നിങ്ങളുടെ ചെവിയിൽ കേൾക്കുന്നില്ലേ? വീണ്ടും നിങ്ങൾ ലെറ്റർ എഴുതി കൊടുക്കുക അവൾക്ക്. ആരാണ് അവൾ? ഏത് വകുപ്പിലാണ്? എന്ത് MBBS ആണ് അവൾ എടുത്തിട്ടുള്ളത്? ഒരു ഡോക്ടറാണോ അവള്? എന്ത് ഡോക്ടറേറ്റ്? എന്താണ് ഡോക്ടറേറ്റ്? കാശ് കൊടുത്താൽ കിട്ടുമെങ്കിൽ ഞാനും തരാം കുറച്ച് പൈസ, എനിക്കൊരു ഡോക്ടറേറ്റ് തരിക, ഞാനും വാങ്ങിച്ചു വെക്കാം. എത്തിക്സ് എന്ന് പറയുന്ന ഒരു സാധനമില്ല. നിങ്ങളിരിക്കുന്ന പൊസിഷൻ നിങ്ങൾ മറന്നുപോയി. അതുകൊണ്ടാണ് ഇത്തരം ഫ്രോഡുകളെ നിങ്ങൾ. സരിത നായരെ മാത്രം നിങ്ങൾ ബ്ലൈൻഡ്ലി പറയരുത്. സരിത എന്ന് പറയുന്ന സ്ത്രീ ഉമ്മൻചാണ്ടി സാറിനെ എങ്ങനെ ഉപയോഗിച്ചോ അതേ രീതിയിൽ ഇവറ്റുകൾ നിങ്ങൾ ഉപയോഗിക്കുകയാണ്. ദേ ഒരുത്തി ഇപ്പൊ തന്നെ കേരള ബ്രേക്കിംഗ് ന്യൂസും വിസ തട്ടിപ്പും കൂട്ടിക്കൊടുപ്പും അവരാതും എല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ഫിജോ ജോസഫ് അതിന്റെ കൂടെ അതിന്റെ അനുബന്ധമായിട്ട് വളർന്നു വരാൻ ആഗ്രഹിക്കുന്നവളാണ് ഇവള്. അത് പിന്നെ ഭ്രാന്താണ്, വട്ടാണതിന്, ലൂസ് സ്ക്രൂ പോയതാ. 24 മണിക്കൂർ ആരെങ്കിലും തെറി വിളിക്കണം. അതിന്റെ ഒരു അസുഖമുണ്ട്. ഞാൻ അത് റെജുവിനോട് ചോദിച്ചു, ഡോക്ടർ റെജുവിനോട് ചോദിച്ചപ്പോ പുള്ളിക്കാരത്തി പറഞ്ഞത് ഡിപ്രഷനും സ്ട്രെയിനും ഇതും ഒക്കെ കൊണ്ടുവരുന്ന സംഗതിയാണെന്ന്. പക്ഷെ അതൊന്നുമല്ല സംഗതി. അതിന്റെ ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് ഞാനൊരു ആർട്ടിക്കിൾ ആക്കി ഞാൻ ടൈം ലൈൻ ഇട്ടേക്കാം, വായിച്ചു നോക്കി. അത് പറയാൻ കൊള്ളത്തില്ല. ആ ഫുള്ള് അഡൻസ് ഒള്ളിയാ, മനസ്സിലായില്ലേ? അത് ഞാൻ അതിനകത്ത് എഴുതിയിട്ടേക്കാം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി, അയ്യോ എന്റെ പാവം കൊച്ചിക്ക് ഇതാണ് അസുഖം, കഷ്ടമുണ്ട് കേട്ടോ എന്റെ പൊറ്റോളൂ. ഞാൻ വെറുതോ തെറ്റിദ്ധരിപ്പിച്ചു. പോട്ടടി മോളെ ഫിജോ, നിനക്ക് ഈ അസുഖമുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. ഈ ദേഹത്ത് മുഴുക്ക മാന്തി വരുന്നത് പുണ്ണ് വരുന്നത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴാണ് പിടികിട്ടിയത്. എനിവേസ്, ഞാൻ ആരെയും ബോഡി ഷേമിങ്ങിന് വരുന്നതല്ല. ഈ ഒരു കാര്യം നിങ്ങളെന്ന് അറിയിക്കണമെന്ന് തോന്നി. ഞാൻ ഇനിയും വരുന്നതായിരിക്കും. നന്മ വര വേട്ടയുമായിട്ട് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. നന്മ വരം എന്ന് പറഞ്ഞ ഈ 3 ഡാഷ് മക്കളുടെ എല്ലാ എവിഡൻസും എന്റെ കയ്യിലുണ്ട്. ഓരോരുത്തരായിട്ട് ഞാൻ റോസ്റ്റ് ചെയ്ത് വെളിയിലാക്കുന്നതായിരിക്കും. സോണിയയ്ക്കുള്ള വകുപ്പും കൊണ്ട് ഞാൻ നാളെ വരും.
സോണിയ നിനക്കുള്ള ബാക്കിയുള്ളത്. നിനക്ക് 2 ലക്ഷം രൂപ വേണം. മുത്തേ, പൊന്നെ, കൽബേ, കരളെ, എടി നീ ആരെന്ന് നിന്റെ വിചാരം? തൊഴിലുറപ്പിന് പോലും നിന്നെ എടുക്കത്തില്ല. അതിന് പോകുന്ന പെണ്ണുങ്ങൾക്ക് അതിനെ കട്ടി അന്തസ്സുണ്ട്. അയ്യേ, നീ വേറെന്തെങ്കിലും ചെയ്, വേറെന്തെങ്കിലും നോട്ടീസ് അടിച്ച് അവിടെ ഒപ്പിച്ച് വെക്ക്. മിനിസ്റ്ററുടെ നോട്ടീസ് കൊണ്ട് നടക്കുക. അയ്യയ്യയ്യ. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ഇത്രയൊന്നും പറയണോ വെച്ചിട്ട് വന്നതാണ്.